അല്ല, അതിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കാനല്ലല്ലോ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കാനല്ല പ്രൈവറ്റ് ബസ്. ഇത് രണ്ടും വാസ്തവത്തിൽ പരസ്പര പൂരകങ്ങളാവുകയാണ് വേണ്ടത്. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഒരു കാലത്ത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇതിപ്പോൾ ഞാൻ ചാർജ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്നും പറയല്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായതുകൊണ്ട് പറയുകയാണ്. 30,000-ഓളം ബസ്സുകൾ സ്വകാര്യ മേഖലയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തിയിരുന്നു. 6,000-ലധികം ബസ്സുകൾ കെ എസ് ആർ ടി സിയിലും ഉണ്ടായിരുന്നു. ഇന്ന് ആ 30,000 8,000-ആയിട്ട് ചുരുങ്ങി. അതേപോലെ തന്നെ ഈ 6,000 3,000-ആയിട്ടും ചുരുങ്ങി. എന്താ അതിൻ്റെ അർത്ഥം? കേരളം വളരെ മാതൃകയാണ്, 1-ാം നമ്പർ എന്നൊക്കെ പറഞ്ഞാലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് വാസ്തവത്തിലൊരു പുരോഗതിയുടെ ലക്ഷണം. അപ്പോൾ നമുക്ക് യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളിലും വളരെ സമ്പന്നമായ രാജ്യങ്ങളിൽ ചെന്നാൽ നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നാൽ അവർ ഏത് ബസ്സിലാണ് വന്നതെന്നാണ് ചോദിക്കുക. അപ്പോൾ അത്രയും പ്രധാനമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അത് ലണ്ടനിലും മാത്രമല്ല. ഇപ്പോൾ ഞാൻ ILOയുടെ മീറ്റിങ്ങിന് പലപ്പോഴും പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ILO ഓഫീസിൽ നിന്ന് അവർ ചോദിക്കുന്നത് ഏത് ബസ്സിൽ വന്നു എന്നാണ്. അപ്പോൾ ജനീവയുടെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. അപ്പോൾ കാറിനേക്കാളും പ്രാധാന്യം ബസ്സിനാണ് കൊടുത്തത്. നമ്മളിപ്പോൾ കാറിനും മറ്റുള്ള വാഹനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തോടു കൂടി പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ പൊതുമണ്ഡലത്തിലെ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ശക്തമാക്കുക, അതിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രത്യേകിച്ചും വിമൻ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ട് കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാം പിന്തുണ വേണം. അതിപ്പോൾ പൊതുവേ UDF ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ അവരെ വിളിച്ചു ചേർക്കുക, അവരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. ബസ് ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് വേറെ, അവർക്കിപ്പോൾ ഇത് നമ്മൾ നടപ്പാക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ KSRTC അല്ലേ ചെയ്യുന്നത്. അവരുടേതായ പ്രശ്നങ്ങൾ അവർ ഒരു വലിയ ആശങ്ക പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ അതിലോട്ട് കയറും. അപ്പോഴത്തേക്കും സ്വാഭാവികമായും അവരുടെ വരുമാനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ആ ഒരു മേഖല തന്നെ ഇല്ലാണ്ടായി പോകും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് സംസാരിക്കാം കേട്ടോ. എല്ലാം സംസാരിക്കാം. എല്ലാം നിങ്ങളോട് സുതാര്യമായിട്ട് പറയും. റൈറ്റ്. താങ്ക് യു.